Question number 9. The number of strictly increasing functions f from the set 1, 2, 3, etc. 6 to the set 1, 2, 3, etc. 9 such that f of I not equal to I for 1 less than or equal to I less than or equal to 6 is equal to. അപ്പൊ നോക്കിയേ മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ 2 ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ ഐഡിയയും വരുന്നുണ്ട്. ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? 2 സെറ്റുകൾ തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ സെറ്റിലെ 1 മുതൽ 6 വരെയുള്ള നമ്പറുകളും രണ്ടാമത്തെ സെറ്റിലെ 1 മുതൽ 9 വരെയുള്ള ഇന്റിജേഴ്സുമാണ് ഉള്ളത്. ശരിയല്ലേ? നമുക്കറിയേണ്ടത് ആദ്യത്തെ സെറ്റിൽ നിന്നും രണ്ടാമത്തെ സെറ്റിലേക്ക് ടോട്ടൽ എത്ര സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന. മാത്രമല്ല ആ ഫംഗ്ഷൻസിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടാകണം. എന്താ അത്? ഒരു നമ്പറിന്റെയും ഇമേജ് അതേ നമ്പർ ആയിട്ട് എടുക്കാൻ പാടില്ല. എഫ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് 1ന്റെ ഇമേജ് 1 തന്നെ ആയിട്ട് വെക്കാൻ പറ്റില്ല, 2ന്റെ ഇമേജ് 2 തന്നെ ആയിട്ട് വെക്കാനായിട്ട് പറ്റില്ല. ശരിയാണല്ലോ? അപ്പൊ അങ്ങനെ ടോട്ടൽ എത്ര സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്താ വേണ്ടത്? ഇമേജുകൾ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെ വരണം. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു നമ്പറിന്റെ ഇമേജ് അതേ നമ്പർ വരാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോസ് ഇവിടെ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ഇതാണ് ആദ്യത്തെ സെറ്റ് അല്ലെ. ഓക്കെ. രണ്ടാമത്തെ സെറ്റില് 1, 2, 3, 4, 5, 6, 7, 8, 9 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 2 സെറ്റുകൾ തന്നിരിക്കുന്നത്. ആദ്യത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്ക് എനിക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് വേണ്ടത്. പക്ഷെ അതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയിരിക്കുകയും വേണം. ഒരു എലമെന്റിന്റെ ഇമേജ് അത് തന്നെ എടുക്കാനും പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു 1നെ 1ലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ എന്തായാലും പറ്റില്ല. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1ന്റെ ഇമേജ് ആയിട്ട് എനിക്ക് ഏറ്റവും മിനിമം എടുക്കാൻ പറ്റുന്നത് 2 അല്ലേ. അപ്പൊ ആ കേസ് ഞാനൊന്ന് നോക്കുന്നു. അതായത് 1ന്റെ ഇമേജ് 2 വരുന്ന കേസ്, അതായത് 1നെ ഞാൻ 2ലേക്ക് കണക്ട് ചെയ്തു. ശരിയാണല്ലോ? ഇതുപോലെ 1നെ എനിക്ക് വേണമെങ്കിൽ 3ലേക്ക് കണക്ട് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ 1ന്റെ ഇമേജ് 4 ആയിട്ട് എടുക്കാം, 5 ആയിട്ട് എടുക്കാം. 1 ആയിട്ട് മാത്രം എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓരോരോ കേസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ആദ്യം ഞാൻ 1ന്റെ ഇമേജ് 2 വന്നാൽ എന്താ സംഭവിക്കാൻ നോക്കാം. 1ന്റെ ഇമേജ് ഞാൻ 2 ആയിട്ട് ഫിക്സ് ചെയ്തു അല്ലെ. അങ്ങനെയാണെങ്കിലേ മക്കളെ ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള നമ്പറുകളുടെ ഇമേജുകൾ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെ വരണ്ടേ അല്ലെ. അപ്പൊ 2 മുതൽ 6 വരെയുള്ള നമ്പറുകൾ കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് 3 മുതൽ 9 വരെയുള്ള 7 നമ്പറുകളല്ലേ കയ്യിലുള്ളത്. പക്ഷെ ആ 7 നമ്പറുകളിൽ നിന്നും ഞാൻ 5 നമ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെ വരണം. എന്നാലേ ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയിട്ട് അത് മാറത്തുള്ളൂ. ശരിയാണല്ലോ? അപ്പോ 2 മുതൽ 6 വരെയുള്ള നമ്പറുകളെ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 7 നമ്പറുകളിൽ നിന്നും 5 എണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഇൻക്രീസിംഗ് ഓർഡറിൽ ആക്കി വെക്കണം. ശരിയാണോ? പറഞ്ഞതൊക്കെയാണോ? അപ്പൊ നോക്കിയടാ മക്കളെ, ഒരു എലമെന്റിന്റെ പോലും ഇമേജ് അതേ നമ്പർ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ 1ന്റെ കാര്യം എടുത്തു. 1ന്റെ ഇമേജ് ഒരിക്കലും 1 ആകാൻ പറ്റില്ലല്ലോ. അപ്പൊ 1ന്റെ ഇമേജ് ആയിട്ട് ഏറ്റവും മിനിമം എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് 2 ആണ്. അപ്പൊ ഞാൻ ആദ്യം ആ കേസ് നോക്കുന്നു. അതായത് 1നെ ഞാൻ 2ലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഇനി ബാക്കി 2 മുതൽ 6 വരെയുള്ള ഈ 5 നമ്പറുകളെയും എനിക്ക് രണ്ടാമത്തെ സെറ്റിലെ 3 മുതൽ 9 വരെയുള്ള 7 നമ്പറുകളിലേക്ക് കണക്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പോ ആദ്യത്തെ സെറ്റിലെ 2 മുതൽ 6 വരെയുള്ള 5 നമ്പറുകളെ കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് രണ്ടാമത്തെ സെറ്റിലെ 7 നമ്പറുകളിൽ നിന്നും 5 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. ശരിയല്ലേ? പക്ഷെ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻക്രീസിംഗ് ഓർഡറിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാനൊരു കാര്യം ചെയ്യുന്നു. ഈ 7 എലമെന്റ്സ് എനിക്ക് അവൈലബിൾ ആണ്. ആ 7 എലമെന്റ്സിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? 5 എലമെന്റുകൾ സെലക്ട് ചെയ്യുന്നു. പക്ഷെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ രീതിയിലല്ല പറ്റുള്ളൂ. അപ്പൊ 7C5 എന്ന് പറഞ്ഞാൽ 7 × 6/1 × 2 21 എന്ന് കിട്ടും. കണ്ടോ? അപ്പോ 1നെ നമ്മൾ 2ലേക്ക് കണക്ട് ചെയ്താൽ ടോട്ടൽ എത്ര സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? 21. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. 1നെ എനിക്ക് വേണമെങ്കിൽ 3ലേക്ക് കണക്ട് ചെയ്യാലോ മക്കളെ അല്ലെ. 1നെ എനിക്ക് വേണമെങ്കിൽ 3ലേക്ക് കണക്ട് ചെയ്യാം. 1നെ 3ലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഇത് പോട്ടെ. 1നെ സപ്പോസ് ഞാൻ 3ലേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. അപ്പൊ 1നെ ഞാൻ 3ലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 മുതൽ 6 വരെയുള്ളത്
ത്രീയേക്കാൾ വലിയ നമ്പറുകളിലേക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇൻക്രീസിങ് ഓർഡറിലാകണം ഇമേജുകൾ. മാത്രമല്ല അത് ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ ഞാൻ 2 മുതൽ 6 വരെയുള്ള ആ നമ്പറുകൾ, 5 നമ്പറുകളല്ലേ, ഈ 5 നമ്പറുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് രണ്ടാമത്തെ സെറ്റിൽ നിന്നും 4 മുതൽ 9 വരെയുള്ള 6 നമ്പറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിയല്ലേ? അപ്പൊ ഞാൻ ആ 6 നമ്പറുകളിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ? 5 നമ്പറുകൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ 6C5 എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് വേണം? അവരെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണ്ടേ അല്ലെ? അത് ഒരു തരത്തിലേ പറ്റുള്ളൂ. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രീതിയിലേ പറ്റുള്ളൂ, പല രീതിയിൽ പറ്റില്ല. അപ്പൊ ഇത് എത്രയാ കിട്ടുക? 6 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയട്ടെ, 1നെ നമ്മൾ 3യിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി 2, 3, 4, 5, 6 അവരെ എല്ലാവരെയും നമുക്ക് രണ്ടാമത്തെ സെറ്റിലെ ഓരോരോ നമ്പറുകളിലേക്ക് കണക്ട് ചെയ്യണം. ശരിയാണല്ലോ മക്കളെ? പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ സെറ്റിൽ വരുന്ന ഇമേജുകൾ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ നിന്നും ഒരു 5 നമ്പറുകൾ സെലക്ട് ചെയ്തിട്ട് അത് ഇൻക്രീസിങ് ഓർഡറിലാക്കിയാൽ പോരെ അല്ലെ? പക്ഷേ നമുക്കറിയാം 1 3യിലേക്ക് കണക്ട് ചെയ്തത് കൊണ്ട് ഇനിയുള്ള ഇമേജുകളൊക്കെ 3യേക്കാൾ വലുതല്ല വരാൻ പറ്റുള്ളൂ, ഇൻക്രീസിങ് ഓർഡറിലെ വരേണ്ടത്. ആദ്യത്തെ ഇമേജ് തന്നെ 3 വന്നു, അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ 3യേക്കാൾ വലുതായിരിക്കണം. അപ്പൊ 3യേക്കാൾ വലുതായിട്ടുള്ള 5 നമ്പറുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് 6 എണ്ണമാണ് അവിടെ ഉള്ളത്. 6ൽ നിന്ന് നമ്മൾ 5 നമ്പറുകൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്തു. അത് ഒരു തരത്തിലേ പറ്റുള്ളൂ, അതായത് 6 ഡിഫറെന്റ് വേസിലാണ് ഇത് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എത്രയാ? 6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് അടുത്ത കേസ് നോക്കിയാലോ. f(1) എന്ന് പറയുന്നത് 4 ആകുന്ന കേസ് നോക്കാം. f(1) 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 1നെ എന്തിലേക്ക് കണക്ട് ചെയ്തു? 4ലേക്കാണ് കണക്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. 1നെ ഞാൻ 4ലേക്ക് കണക്ട് ചെയ്തു, ഇങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്ന് വിചാരിക്കാം. അപ്പൊ 1ന്റെ ഇമേജ് തന്നെ 4ആ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി 2 തൊട്ട് ബാക്കിയുള്ള നമ്പറുകളുടെയൊക്കെ ഇമേജ് 4നേക്കാൾ വലുതായിട്ട് ഇരിക്കണ്ടേ? മാത്രമല്ല അത് ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ വരണ്ടേ അല്ലെ? അപ്പൊ നോക്കിയേ, 1നെ നമ്മൾ 4ലേക്ക് കണക്ട് ചെയ്തു. ഇനി ബാക്കി 5 നമ്പറുകളും കൂടി എനിക്ക് കണക്ട് ചെയ്യണം. ആ 5 നമ്പറുകളെ കണക്ട് ചെയ്യാനായിട്ട് രണ്ടാമത്തെ സെറ്റിൽ നിന്നും 5 നമ്പറുകൾ സെലക്ട് ചെയ്യണം. പക്ഷെ രണ്ടാമത്തെ സെറ്റിൽ നിന്നും ഇനി എനിക്ക് 4നേക്കാൾ വലിയ നമ്പറുകളെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ആദ്യത്തെ ഇമേജ് തന്നെ 4 ആയിട്ടുണ്ട്. ശരിയല്ലേ? 4നേക്കാൾ വലിയ 5 നമ്പറുകളല്ലേ ഇനി രണ്ടാമത്തെ സെറ്റിലുള്ളത്. അപ്പൊ ആ 5 നമ്പറുകളിൽ നിന്നാണ് ഞാൻ 5 നമ്പറുകൾ സെലക്ട് ചെയ്യേണ്ടത്. 5C5 അല്ലെ? എന്നിട്ട് അവരെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം into 1. അപ്പൊ ഇത് ഈക്വൽ ടു എത്രയാ? 1 കിട്ടും. ശരിയാണല്ലോ മക്കളെ? ഇനി f(1) 5 ആയിട്ടാണ് നമ്മൾ എടുത്താൽ എന്താ സംഭവിക്കുക? f(1)നെ ഞാൻ അല്ലെങ്കിൽ 1നെ 5ലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇനിയുള്ള ഇമേജുകളൊക്കെ 5നേക്കാൾ വലുതായിരിക്കണം. പക്ഷെ നോക്കി, അവിടെ 5നേക്കാൾ വലിയ 4 നമ്പറുകളെ ഉള്ളൂ. ശരിയല്ലേ? പക്ഷെ നമുക്ക് 5 നമ്പറുകളെ കണക്ട് ചെയ്യാൻ വരും. അപ്പൊ 5 നമ്പറുകളെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് 4 നമ്പറുകളെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതിനി നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഇത്രയും കേസേ ഉള്ളൂ, ഈ 3 കേസേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാ മക്കളെ വരിക? 21 + 6 + 1 എന്ന് കിട്ടും. അതായത് 28 എന്ന് കിട്ടും. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.